പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന നോവലിൻ്റെ തുടർച്ച 3-ാം ദിവസം. അകലെ ചക്രവാളം തുടുക്കാൻ തുടങ്ങി. പിന്നെ കാണെ കാണെ സൂര്യൻ ഉദിച്ചു പൊങ്ങി. പിതാവുമായി നേരത്തെ നടന്ന സംഭാഷണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവന് സന്തോഷം തോന്നി. ഇതിനകം സ്ഥലങ്ങൾ എത്ര കണ്ടുകഴിഞ്ഞു! എത്ര കൊട്ടാരങ്ങൾ, എത്ര യുവതികൾ! എന്നാലും അവനെ പലനാൾ കാത്തിരുന്ന ആ കച്ചവടക്കാരൻ്റെ മകളോടൊപ്പം അവരാരും എത്തുമായിരുന്നില്ല. അവനൊരു കുപ്പായം സ്വന്തമായി ഉണ്ടായി. അതിനു പുറമെ കൈമാറാവുന്ന ഒരു പുസ്തകവും ഒരു ആട്ടിൻപറ്റവും അവനുണ്ട്. പക്ഷേ പ്രധാന കാര്യം അതൊന്നുമല്ല. സ്വന്തം ഇഷ്ടം പോലെ ജീവിതം നയിക്കാൻ അവന് കഴിയുന്നു എന്നുള്ളതാണ്. ആൻഡലൂസിയയിൽ യാത്ര ചെയ്ത് മടുത്താൽ ആടുകളെയൊക്കെ വിറ്റ് കടൽ കടക്കാം. അതും മടുക്കുമ്പോഴേക്കും കാണാനുള്ളതൊക്കെ താൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ഗ്രാമങ്ങളും നഗരങ്ങളും കൊട്ടാരങ്ങളും സ്ത്രീകളും. സെമിനാരിയിലെ താമസം തുടർന്നിരുന്നുവെങ്കിൽ തനിക്ക് ഈശ്വരനെ കണ്ടെത്താൻ കഴിയുമായിരുന്നോ? ഇല്ല. ഉദിച്ചുയർന്ന സൂര്യനെ നോക്കി അവൻ ഉറക്കെ പറഞ്ഞു. പലതവണ ഈ വഴി കടന്നുപോയിട്ടുണ്ട്. എങ്കിലും എന്തുകൊണ്ടോ ആ പഴയ പള്ളി കാണാനിട വന്നിട്ടില്ല. എന്നും പുതിയ പുതിയ വഴികളിൽ കൂടി യാത്ര ചെയ്യാനായിരുന്നു അവന് താൽപ്പര്യം. അറ്റമില്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴികൾ. ആടുകളെ ഒന്ന് തിരിച്ചുവിടുകയേ വേണ്ടൂ. പിന്നെ അവ തനിയെ നടന്നു പോയിക്കൊള്ളും. അവന് വഴിയിലെ കാഴ്ചകളും കണ്ട് രസിച്ചു നടക്കാം. വഴിയേതായാലും ആടുകൾക്കൊന്നുമില്ല. അവയ്ക്കെല്ലാം ഒരുപോലെ തന്നെ. മേച്ചിൻപുറങ്ങൾ മാറുന്നതും ഋതുക്കൾ കടന്നു പോകുന്നതും അവ മനസ്സിലാക്കുന്നില്ല. വയറു നിറയെ പുല്ലും വെള്ളവും കിട്ടണം. അതിനപ്പുറം അവയ്ക്ക് വല്ലതും അറിയേണ്ടതുണ്ടോ? ഒരു നിലയ്ക്ക് മനുഷ്യരുടെ പ്രകൃതവും ഇതുപോലെ തന്നെ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിലേക്ക് നോട്ടമില്ല. തൻ്റെ കാര്യം തന്നെ നോക്കൂ. കച്ചവടക്കാരൻ്റെ മകളെ കണ്ടുമുട്ടിയതിൽ പിന്നെ വേറൊരു പെൺകുട്ടിയെപ്പറ്റി താൻ ചിന്തിച്ചിട്ടേയില്ല. വെയിൽ നോക്കി അവൻ സമയം കണക്കാക്കി. ഇങ്ങനെ പോയാൽ ഉച്ചയോടെ ടെരീഫയിലെത്താം. അവിടെ നിന്ന് വായിക്കാനുള്ള പുസ്തകം മാറ്റിയെടുക്കണം. കനമുള്ള പുസ്തകം തിരഞ്ഞെടുക്കാൻ ഓർമ്മ വേണം. ഒഴിയാറായ വീഞ്ഞുകുപ്പിയും നിറയ്ക്കണം. നന്നായി ഒന്ന് താടി പഠിക്കാം. മുടിയും വെട്ടിക്കാം. തൻ്റെ പെണ്ണിനെ കാണാൻ പോകുകയല്ലേ? ആ ഉത്സാഹത്തിനിടയിൽ ഒരു കാര്യം മനഃപൂർവ്വം അവൻ ഓർമ്മയിൽ നിന്നു മാറ്റി നിർത്തി. കൂടുതൽ സമ്പന്നനായ ഒരാട്ടിടയൻ ആ വഴി ചെന്നിട്ടുണ്ടെങ്കിലോ? അവളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ? ഒരിക്കൽ കൂടി സൂര്യനെ നോക്കി അവൻ സമയം ക്ലിപ്തപ്പെടുത്തി. തെല്ലുതിടുക്കത്തിൽ ടെരീഫയുടെ നേർക്ക് നടക്കവേ അവൻ സ്വയം പറഞ്ഞു, സഫലമാക്കാൻ തക്കമുള്ളൊരു സ്വപ്നം മനസ്സിലുണ്ടാകുമ്പോഴേ ജീവിതം അർത്ഥപൂർണമാകൂ. അപ്പോഴാണവന് പെട്ടെന്ന് ഓർമ്മ വന്നത്, സ്വപ്നങ്ങൾ വിശകലനം ചെയ്ത് അവയുടെ അർത്ഥം പറയുന്ന ഒരു വൃദ്ധ ടെരീഫയിലുണ്ടല്ലോ.